ഇതാണ് ഇഡലി പാത്രം. ഇതിനകത്ത് സാധാരണ ഇഡലിയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചോറ് എടുക്കും. ഞങ്ങളിവിടെ പുട്ടും ഉണ്ടാക്കും. ഞങ്ങൾ അടപൊഴുകും. ഞങ്ങൾ അവിടെ ഇരിക്കും. ഇനിയിപ്പം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതാണ് സാമ്പാർ. എടുത്തോണ്ടിരിക്കുന്നു കൈ കൊണ്ട് എന്തിരിക്കും ഡീസന്റ് വെറുതെ ചിക്കൻ ട്രിവാൻഡ്രം മാവേലിക്കര പുറ്റൂർ ചാത്തങ്കേരി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. മുളകുപൊടി കാണാം, വീഴുന്നത് കാണാം. ഇത് ഈസ്റ്റേൺ ചില്ലി പൗഡറിനെ പ്രിയം ചില്ലി പൗഡറാക്കി മാറ്റുന്ന രീതിയാണ്. അതിനുശേഷം അത് ഫോൺ ചെയ്യുന്ന റെക്കോർഡ് ചെയ്ത് വെച്ചോണം. ആ ഇരിക്കുന്ന സീനുകളെല്ലാം ഉണ്ട്. ആ ടൈറ്റിൽ അങ്ങോട്ട് കൊടുക്കണം. പ്രിയപ്പെട്ട സഖി ഓർത്ത് മരുവിടെ പച്ചത്തണലിരുന്ന് പാലങ്ങളൊക്കെ തടഞ്ഞാൽ ചുമ്മാ അവിടെ ഇവിടെ എല്ലാം പിടിച്ചു വെച്ച് കാണുന്നവര് ഞെട്ടിപ്പോകും. ഇത് വേൾഡ് പോകുന്നതാ. മസാല ഇടിക്കുക എന്ന് പറയുന്ന ഇതിനാണ് നിങ്ങൾ ഈ കേൾക്കുന്ന സാധനം. വെളുത്തുള്ളിയും പച്ചമുളകും കൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്സി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ നാടൻ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഇഷ്ടം. അത് നമ്മൾ മിക്സിയെ കൂടെ ഒന്ന് കാണിക്കും. അല്ല, അവർ വിചാരിക്കും നമ്മളെ മിക്സി ഇല്ലാണ്. മിക്സി കുക്കർ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് ചെയ്യാനാണ് ഞങ്ങൾ നാടൻ രീതിയിലുള്ളത് കഴിച്ചാണ് ശീലിച്ചു പോകുന്നത്. ഇതാണ് വെളുത്തുള്ളിയും പച്ചമുളകും ഇടിച്ചത്. ഇത് കഴിഞ്ഞ് ഇഞ്ചി ഇടിക്കും. ഇത് ഞങ്ങൾ നാടൻ ചിക്കൻ കറി, ചാത്തൻ കറി ചിക്കൻ കറി വയ്ക്കാനുള്ള
പോക്കാണ്. വീണ്ടും ഇതിനെ താഴെ വെക്കുക. ഒന്നുകൂടെ ഒരു സെക്കൻഡ്. നിങ്ങൾ ഇപ്പോൾ കണ്ട ചിക്കൻ ഞങ്ങളതിന് KFC ഉണ്ടാക്കാൻ. അപ്പോൾ KFCക്ക് മുമ്പ് അതിനൊരു കൂട്ടുണ്ട്. ആ കൂട്ട് ചേർക്കാൻ പോവുകയാണ്. ഇത് പ്രിയം ഗാർലിക് പേസ്റ്റ്, അതായത് നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ അരച്ചെടുത്ത് ഒരു 1/2 kg 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ 1/2 kg 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല പേസ്റ്റ് പരിവ്, നല്ല അരഞ്ഞ വെളുത്തുള്ളി ഒരു 1/2 kg 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ എടുക്കുക. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ജിഞ്ചർ പേസ്റ്റ്. ജിഞ്ചർ പേസ്റ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ മേടിച്ചെന്നേ ഉള്ളൂ. ഇത് നമ്മൾ വെളുത്തുള്ളി, ഈ ഇഞ്ചി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ച് എടുത്താലും മതി. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് അത്രയും ബുദ്ധിമുട്ടാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മളത് പേസ്റ്റായിട്ട് മേടിച്ചു. ഇത് സെയിം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 കിലോയ്ക്ക് 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇത് എടുത്തു കഴിഞ്ഞ് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യും. കണ്ടു, ഇതിനെ രണ്ടുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 1/2 kg 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. 1/2 kg 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഇതിപ്പം ഞാൻ കൂടുതൽ ഇടുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്, ഞങ്ങൾ ചിക്കൻ 1/2 kg കാട്ടി കൂടുതലുണ്ട്. ഒരു 1.5 കിലോ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിനനുസരിച്ചുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1/2 kg 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിട്ട് ഇതിനെന്താണ് 6 ടേബിൾ സ്പൂണൊക്കെ ഇടുന്നത് വിചാരിക്കരുത്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് 3 ഐറ്റം, ഇപ്പം വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് തൈര് ചേർക്കും. 1/2 kg 3 ടേബിൾ സ്പൂൺ തൈര് വെച്ച് തൈര് ഇതിനകത്ത് ചേർക്കാൻ പോവുകയാണ്. 1 സ്പൂൺ ഇതിനകത്ത്